പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവർത്തികൾ ചെയ്തു. ഖബറുകളിലെ കൊബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി. ഇങ്ങനെ മക്കയിലും മദീനയിലും പോയി മഹാന്മാരെ ഖബറ് പൊളിക്കുകയും രത്നങ്ങളും പണങ്ങളും അതാ കവർച്ച ചെയ്യുകയുമാണ് മുജാഹിദിന്റെ നേതാക്കന്മാര് ചെയ്തിട്ടുള്ളത് എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, അവരൊരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ പണിക്ക് വേണ്ടി. അത് മുജാഹിദിന്റെ പത്രമായ അൽ-ഇത്തിഹാദ് എന്ന ഈ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതാ ഹുസൈൻ സലഫിയുടെ നാട്ടിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചത്. ഞാൻ ഇനി CD-യിൽ കയറ്റിക്കോളാം. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത് സാമ്പിളിന് ഇത് മതിയല്ലോ. ഞാൻ വായിച്ച് കേൾപ്പിച്ചേരാ കേട്ടോളി. 1801 ഏപ്രിൽ 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനർബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എത്രയോ ആളുകളെ കൊല്ലുന്നതിനും മഖാം കൊള്ളയടിക്കുന്നതിനും അവിടെ അനർബികളായ പുറത്തുനിന്ന് വന്ന ആളുകളെ കൊന്നുകളയുന്നതിനും അവരുടെ രത്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ഒരു വിഷമവും ഒരസഹ്യമായി അവർക്ക് തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. ഓ സലഫി, പറയണം നിങ്ങൾ, KC അബൂബക്കർ മൗലവി നിങ്ങളെ നേതാവല്ലേ? അല്ലേ അല്ലേ അൽ-ഇത്തിഹാദ് നിങ്ങളെ നേതാക്കൾ KK മൗലവി പുറത്തിറക്കിയ പത്രമല്ലേ? അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതെ, ഖബറിൽ നേർച്ച ചെയ്യുന്നവരോട് കാഫിറുകളോടുള്ള വീക്ഷണഗതി തന്നെയായിരുന്നുവെന്നും അതെ ഖബറിൽ നേർച്ച ചെയ്തവരെ കൊന്നുകളയുകയാണ് ചെയ്തതെന്നും അതുപോലെ മഖാം കൊള്ളയടിക്കുകയാണ് കർബലയിൽ നിങ്ങൾ ചെയ്തതെന്നും നിങ്ങളെ പത്രത്തിൽ നിങ്ങളെ നേതാവ് എഴുതിയിട്ടില്ലേ? ഇനിയും എത്രയോ വായിക്കാനുണ്ട്. ഞാൻ വിശദമായി പറയാൻ സമയം പോരാ. ഞാൻ ഒന്നുകൂടി വായിച്ചു കൽപ്പിക്കട്ടെ, കേട്ടോളൂ. എന്നാൽ വഹാബികൾ ഈ അവസരം അസലായി ഉപയോഗിച്ചു. അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ച് പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു. ഇത് നിങ്ങളുടെ നേതാവ് KC അബൂബക്കർ മൗലവി എഴുതിയിട്ടില്ലേ? ഈ മൗലവി മാത്രമല്ല, ഇനിയും കേട്ടോളൂ. വെള്ളിക്കിനാദികളും വെള്ളിപ്പാത്രങ്ങളും വിളക്കുകളും അവർ ഉരുക്കി വിറ്റ് അതിന്റെ വില പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാർക്ക് വിധിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവം ഹിജ്റ 1220 ക്രിസ്താബ്ദം 1805 നടന്നത്. ഇനിയും കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ആക്രമണം. പിന്നീട് വഹാബികൾ ഇറാഖിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ യാറത്തിലേക്കാണ് തിരിച്ചത്. എന്നിട്ട് അതിനാക്രമിച്ച സംഭവവും പറഞ്ഞിട്ട് പിന്നെയും കാണാം എത്രയാണ്. അടുത്ത കൊല്ലം വഹാബികൾ ഫുറാത്ത് നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ആന ആക്രമിക്കുകയും എന്നിട്ട് ദിമസ്കിലേക്ക് മുന്നേറുകയും ചെയ്തു. അന്ന് അവിടുത്തെ അമീറായ യൂസുഫ് പാഷയെ അവിചാരിതമായി പിടികൂടിയതുണ്ട്. അദ്ദേഹം അവരോട് സൗഹാർദ്ദം കാണിക്കുവാൻ നിർബന്ധിതനായി. അദ്ദേഹവും പട്ടണവാസികളും വഹാബി പ്രബോധനം സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തു. കൂടാതെ അവിടെ നിന്ന് ഹജ്ജിന് വരുന്ന കാഫിലയെ ദ്രോഹിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് കുറെ സംഖ്യയും കൊടുത്തു. വഹാബികൾ കൈക്കൂലി വാങ്ങിയത് എന്തിനാണ്? ഹജ്ജിന് വരുന്നവരെ ആക്രമിക്കാതിരിക്കാൻ. എന്നാ കേട്ടോളൂ, എന്നിട്ട് ഇവർ ചെയ്ത അക്രമം എന്താണ്? എന്നാൽ വഹാബികൾ ആ സംഖ്യ വാങ്ങുകയും കുറെ ദൂരം കാഫിലയുടെ കാവൽക്കാരായി പോവുകയും ചെയ്തുവെങ്കിലും വഴിമധ്യേ വെച്ച് ഹജ്ജാജികളുമായി വഴക്കുണ്ടാക്കിയത് നിമിത്തം കാഫിലയുടെ സാമാനം അവർ പിടിച്ചെടുത്തു. അതെ, ഇത് മുജാഹിദിന്റെ നേതാക്കന്മാര് അവരെ പത്രത്തിൽ എഴുതാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ എത്രയോ ആളുകളെ കൊന്നു. അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കുബ്ബയെ പൊളിച്ചു. അതുപോലെ മഹാന്മാരുടെ പരട് കുബ്ബകൾ ഇവര് പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമായ കഅബയിൽ കവർച്ച നടത്തിയൊരു കൂട്ടര്, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കവർച്ച നടത്തിയൊരു കൂട്ടര്, ഇവരല്ലാതെ വേറെയുണ്ടോ മുസ്ലിമീങ്ങളെ? ഇതിനെക്കുറിച്ച് ഞാൻ നാദാപുരത്ത് വരുന്ന സലഫിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഭരണം കിട്ടിയപ്പോ ഞങ്ങളെ നേതാക്കന്മാര് ഇസ്ലാമിനെതിരായ അങ്ങനത്തെ ചില
കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ സംശയം ഒന്നും വേണ്ടതില്ല, ആരും നിഷേധിക്കുന്നില്ല. എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ അയാൾ പറഞ്ഞു നോക്കി, ഞാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഞങ്ങളുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഞാൻ പുസ്തകം എടുത്ത് വായിച്ചു കൊടുത്ത് അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബാണെന്ന് അവരുടെ പുസ്തകത്തിലുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനും ആമുഖം എന്ന പുസ്തകത്തിലുണ്ട്. അത് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിച്ച ബുക്കാണ്. അതിൽ പറഞ്ഞ് ഞങ്ങളെ പ്രഭാവ കേന്ദ്രമെന്നാണ്. ഇയാൾ അനുയായിയാണ് എന്ന് പറഞ്ഞാല് അത് വളരെ മോശം തന്നെയാണ്. കഅബത്തുനിന്ന് കവർച്ച ചെയ്യുന്ന കക്ഷികളാണെന്ന് തന്നെ മോശമല്ലേ? റൗള ശരീഫിന് കവർച്ച ചെയ്യുന്ന ആളാണെന്ന് തന്നെ മോശമല്ലേ? പക്ഷെ ഈ മോശം നമ്മളാരും എഴുതിയല്ലോ, അവരുടെ പുസ്തകത്തിൽ അവരും എഴുതിയിട്ടല്ലേ. നമ്മൾ അവരുടെ എതിരാളികൾ എഴുതിയതല്ല ഉദ്ധരിക്കുന്നത്, അവരും എഴുതിയല്ലോ ഉദ്ദേശിച്ചത്. അത് വെച്ചോട്ടവനെ മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. അപ്പോ മുജാഹിദുകൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല എന്നൊക്കെ പറയുന്നു. ഞാൻ മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്? ഈ പുസ്തകത്തിൽ പറഞ്ഞത് മുസ്ലിം ലോകത്താകമാനം ഇന്ന് വിശ്വാസ വിജ്ഞാന സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ അലയടിക്കുന്ന പുതിയ ചൈതന്യത്തിന്റെ ഉത്ഭവ കേന്ദ്രം ഈ പരിഷ്കർത്താവത്രേ. വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജ്ദിൽ മുജാദനായി എന്നാണ് അവര് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പറഞ്ഞത്. മൗലവിക്ക് ഇത് കേട്ടുനോക്കുമ്പോ എന്തോ ഒരു നാണക്കേടി. ഞങ്ങളെ അയാളെ അനുയായികളല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കവർച്ച ചെയ്യലും കബറ് പൊളിക്കലും അതുപോലെ കൊല്ലലും മാത്രമാണ് ഈ കക്ഷികളുടെ ആദർശം. ഓ സലഫിയെ ചോദിക്കട്ടെ, പിന്നെന്തിനാ ചേട്ടിയേട്ടിയിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു കേസുമില്ല, ഞങ്ങളൊരു തീവ്രവാദത്തിനുമില്ല എന്നെന്തിനാണ് പറഞ്ഞത്? സലഫി വടി കൊടുത്ത് അടി വാങ്ങണോ? സലഫി